പ്രജിത, ഈ ഒരു തൊട്ട പൊട്ടുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന കേസ് പോകുന്നത്. കാര്യം ഇപ്പോൾ അവര് ഓണസദ്യ ഉണ്ണാൻ പാടില്ല, ഓണാഘോഷങ്ങൾ പങ്കെടുക്കരുത്, ഇപ്പൊ ക്രിസ്മസ് പോലും ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു. അതെ, അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത്, അല്ല ജമാഅത്ത് അല്ല, അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ആ ഫത്വ പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. അതെ, അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന പോലെ ഇത് എത്രത്തോളം, അതായത് എൻ്റെ അറിവിൽ ഞാനിപ്പോൾ പറയുന്ന വെച്ചാൽ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ ഈ പറയുന്ന നമ്മുടെ സാദിഖലി തങ്ങൾ, അവരുടെ കുടുംബ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ? നമ്മൾ ഈ പുരാതന കാലത്തേക്ക് പോകാനുള്ള ഒരു പോക്കാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. അല്ല, ഇതൊരു ആധുനിക സമൂഹത്തിന് ചേർന്ന കാര്യമാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മള് ഒരു ക്രിസ്ത്യൻ, നമ്മളെപ്പോഴും പറയും മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും പ്രത്യേകിച്ചും CPM ആണ് ഈ മതേതരത്വം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. എന്നിട്ട് അവര് മുസ്ലിം വിരുദ്ധത ഇപ്പൊ പറയുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. കഴിഞ്ഞ തവണ അടപടലം പൊട്ടിപ്പാളീസായി. അപ്പൊ ഇനിയിപ്പോ അവരൊന്ന് തിരിച്ചു പിടിക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ തിരിച്ചു പിടിക്കാമെന്ന് കരുതുമ്പോഴും CPM-നെ ആ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. CPM-നെ ആ കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തായാലും ഈ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ ഈ ഫത്വ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കൂ. പുതുവത്സരാഘോഷം, ഒരു ക്രിസ്മസ് ആഘോഷം, ഇതൊക്കെ പണ്ട് ഈ ഓണാഘോഷത്തിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞു. ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല നമ്മുടെ നാട്ടിലൊന്നും കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? നമ്മുടെ ഏത് ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് മലയാളി ഉണ്ടെങ്കിലും അവിടെ ഓണമുണ്ട് എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് അതെ, മലയാളികളുടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഓണമുണ്ടെങ്കിലും മലയാളികൾ ആഘോഷിക്കുന്നത്. ഇപ്പോ മാറി മാറി മാറി, അതായത് ആധുനികതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും തിരിച്ച് നമ്മൾ വളരെ മതപരമായിട്ട് സങ്കുചിതമായി ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ജനങ്ങളെ കൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളും മതപരമായിട്ടുള്ള സംഘടനകളും ചേർന്ന് അവരെ അതിലേക്ക് കുത്തിവെച്ചിറക്കുന്നത് പോലെയാണ് എനിക്ക് കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. അതായത് നമ്മൾ ഈ പറയുമ്പോഴേ നമ്മുടെ ഈ സാദിഖലി തങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. അവരുടെ കുടുംബം അവരിപ്പോ കഴിഞ്ഞ ദിവസം രാമക്ഷേത്രം അയോധ്യയിൽ വന്നപ്പോഴത്തേക്ക് അവരെന്താ പറഞ്ഞത്? ഇപ്പോഴും ഇപ്പം ഷാജി പോലും ഇവിടുത്തെ ഈ നമ്മുടെ മുനമ്പം വിഷയമുണ്ടല്ലോ, വഖഫ് ബോർഡിന്റെ വിഷയമുണ്ടല്ലോ, ഇതിൽ ഷാജി പറഞ്ഞപ്പോൾ പോലും കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും എന്താ പറഞ്ഞത്? അപ്പോൾ ഇത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പറച്ചിലാണ്. ഇപ്പൊ പാലക്കാട് കണ്ടില്ലേ, ഇപ്പൊ അടുത്തിടയ്ക്ക് ക്രിസ്മസ് ആഘോഷം നടന്നു. എന്ത് ആഘോഷമാണ് ഇപ്പൊ നടന്നപ്പോ അവിടെ കയറി തടസ്സപ്പെടുത്തിയത്? ഇപ്പൊ ക്രിസ്മസ് ആഘോഷം തന്നെ, ക്രിസ്മസ് ആഘോഷത്തിന് തടസ്സപ്പെടുത്തി ഹിന്ദു സംഘടനകൾ. എത്രത്തോളം ഉള്ളില് വിഷം വെച്ചുകൊണ്ടാണ് ഈ പെരുമാറുന്നത് എന്നുള്ളതാണ്. ചേട്ടൻ അറിയാമോ, ഈ സംഘടനയുണ്ടല്ലോ, ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്ന സംഘടന നമ്മുടെ CAA നടപ്പാക്കാൻ പോയില്ലേ കേന്ദ്രം അത് നടപ്പാക്കാൻ ഇറങ്ങിയപ്പോൾ അനുകൂലിച്ച സംഘടനയാണ്. അപ്പോഴും അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആ CAA നടപ്പാക്കുന്നതിൽ അവർക്ക് അനുകൂലമായി വരുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അതിനെ അനുകൂലിക്കുകയും ഉള്ളിലെ വിദ്വേഷം ഒരു സമയം കിട്ടുമ്പോൾ പുറത്തേക്ക് തുപ്പിയിടുകയുമാണ് ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, യൂറോപ്പിൽ ആകമാനം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട നടപ്പാക്കി അതിന്റെ ഭാഗമാണ്. ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഉൾപ്പെടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രത്യേകിച്ചു കേരളത്തിൽ നമ്മൾ ഇതിനെതിരെ കണ്ണടച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് കാര്യമില്ല. ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളിൽ MEC7 എന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നത് ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ കൂട്ടായ്മ പോലും ഹൈജാക്ക് ചെയ്തതാണ്, PFI ഹൈജാക്ക് ചെയ്തതാണ്. അത് ഉദ്ദേശിച്ചത് ഒരു 7 വ്യായാമ മുറകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആ വാർത്ത വായിച്ചതെന്ന് മനസ്സിലായത്. പക്ഷേ ഇതിൽ നിന്ന് ഇതിനെപ്പറ്റി പുറത്തു പറഞ്ഞത് ആരാണ്?
കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനനാണ്. അദ്ദേഹം പറഞ്ഞത് PFI ഇതിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതായത് ഒരു പുറമേ നിന്നുള്ള ആളുകൾ ഇവരെ പരിശീലിപ്പിക്കാൻ എത്തുകയാണ്. പുറമേ നിന്നുള്ള ആളുകൾ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിർജീവമായി കിടക്കുന്നതും എന്നാൽ സ്ലീപ്പർ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സംഘടന PFI ആണ്. അവരുടെ SDPI ഫോം ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിൽ വളരെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ അറിയാലോ, NDF എന്താ പറയാ, NDF-നെ നാമാവശേഷമാക്കി എന്ന് പറയുമ്പോഴാണ് അടുത്ത സംഘടനയിലൂടെ അവർ വരുന്നത് അല്ലേ. KT ജലീൽ സിമിയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണെന്ന് അറിയാം. അതെ, അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സിമി നിരോധിക്കുമ്പോൾ അവർക്ക് ചേക്കേറാൻ പുതിയൊരു ഇടം വേണം. അപ്പോഴാണ് PFI വന്നു. PFIയെ നിരോധിച്ചത് എങ്ങനെയാണ് ചേട്ടാ? PFIയെ നിരോധിച്ചത് അവരുടെ സകല നേതാക്കളെയും ഇവിടെ വന്ന് NIA തൂക്കി എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ഇതിനകം തന്നെ അവർ ഇതിലധികം ശക്തി പ്രാപിച്ചിട്ടുണ്ടാകുമായിരുന്നു. ആലപ്പുഴയില് അദ്ദേഹത്തിന്റെ പേരെന്താ, ഒരു ആള് ദുർദർശനും ഭാര്യയുടെയും അമ്മയുടെ മുമ്പ് വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ അല്ലെ, അദ്ദേഹത്തിനെ കൊന്നതൊക്കെ ഒരു അതിദാരുണമായ ഒരു, നമ്മൾ ഒരു പക്ഷത്തു നിന്ന് സംസാരിക്കുന്നതല്ല, തീർച്ചയായിട്ടും അത്ര കണ്ട് കൊടും വിഷം തുപ്പുന്ന രീതിയിലാണ് ഈ നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. അപ്പോ ഈ കത്തിലേക്ക് തന്നെ വരുമോ അവരെ ഇറക്കി, എന്താ പറയാ, അവരുടെ ഫത്വ ഇറക്കി എന്ന് പറയുന്നതും ഇതും ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മൾ പറയും ഒരു സ്ഥലത്ത് ഒരിടത്ത് ഒരു ചെറിയ പ്രശ്നം, ഒറ്റപ്പെട്ട പ്രശ്നം, അതാണ് CPM-ന്റെ ഒരു ഭാഷ. CPM പറയുന്നത് ഒറ്റപ്പെട്ട പ്രശ്നം. പക്ഷെ പലയിടങ്ങളിൽ ഒറ്റപ്പെട്ട പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് ഒറ്റപ്പെട്ടതായി കാണാൻ കഴിയില്ല. കേന്ദ്രം അതിനെ അങ്ങനെ വിലയിരുത്തുകയും ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ദിവസവും MEC-7-ന്റെ കാര്യം ഞാൻ പറഞ്ഞു വരാൻ കാരണം അതും ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരവരുടെ സംഘടനയെ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് P. മോഹനന്റെ ഭാഷയിലൂടെ പുറത്തു വരികയും P. മോഹനൻ ഇത് പറഞ്ഞതോടുകൂടി മറ്റു നേതാക്കളൊക്കെ ഇതിനെതിരെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മറ്റു നേതാക്കൾ വരികയും ചെയ്തതോടുകൂടി തന്നെ ഇവർക്കൊന്നും പറയാൻ പറ്റാതെ വേഗം മോഹനൻ പ്ലേറ്റ് മറിച്ചു അങ്ങനെയല്ല എന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ്. പക്ഷെ അപ്പോഴേക്കും എന്തു പറ്റി? NIA ഇതിനെ നിരീക്ഷിച്ചു തുടങ്ങിയായിരുന്നു. NIA സംഘം കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി ഈ സംഘടനയിൽ നിന്ന് വളരെ വ്യാപകമായ ആളുകൾ കൊഴിഞ്ഞുപോയി. അപ്പോൾ പേടിക്കാനുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലതും അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളെ ഒരു RSS-ഓ BJP-യോ അല്ലെങ്കിൽ സംഖ്യയോ ചാണകമോ ആയിട്ടൊന്നും വിലയിരുത്തിയത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു വിഭാഗം മീഡിയ അതിനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ. ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇത് ഇന്ത്യയാണ്. പാഴ്സി മുതൽ അങ്ങേയറ്റം എല്ലാ ജാതിക്കാരുമുള്ള അല്ലെ, ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പാഴ്സി സമുദായക്കാരനാണ്. ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ അല്ലെ, അദ്ദേഹം ഒരു പാഴ്സി ജാതിക്കാരനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് CPM-ന്റെ ഈ കാര്യം പറയുമ്പോഴേ നമുക്കറിയാം, മദനിയുടെ കാര്യം, NDF-ന്റെ കാര്യം പറയാം, മദനിയുമായിട്ട് വേദി പങ്കിട്ടത് ഏത് നേതാവാണെന്നുള്ളത് അറിയാം. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് അതൊക്കെ CPM-ന്റെ ഒരു അടവ് നയമാണ്. കാലാകാലങ്ങളിൽ CPM ഇങ്ങനെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവർ ഇതില്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ടുള്ളത് കൊണ്ട് കണ്ണൂർ കണ്ട ഒരു സംഭവം ഞാൻ പറയാം. കണ്ണൂർ ഒരു വീട്ടിൽ നായ കയറുകയാണ്. വീടിന്റെ അടിയിൽ, കട്ടിലിന്റെ അടിയിൽ നായ കയറി കിടക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു സ്മെല്ല് വന്ന് നോക്കുമ്പോഴാണ് ഈ നായയെ കാണുന്നത്. നോക്കുമ്പോൾ ഈ നായ തലങ്ങും വിലങ്ങും വെട്ടുകൊണ്ട് നടക്കുന്നതാണ്. പിന്നീട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പല നായകളും വെട്ടേറ്റ് തലങ്ങും വിലങ്ങും വെട്ടേറ്റിട്ട് ചോര വാർന്ന നിലയിലാണ്. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് രാത്രി ഇവർ വെട്ടിപ്പടിക്കുന്നതാണ്. പച്ച മാംസം വെട്ടാൻ വേണ്ടി രാത്രി വെട്ടിപ്പടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നായ്ക്കളെ വെട്ടുന്നത്. അത്തരത്തിൽ നമ്മുടെ എന്താ പറയുക, വളരെ സജീവമാണ് ഇവർ. PFI ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ആളുകൾ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. രാജ്യത്ത് ആകമാനമായിട്ട് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, അതും ഞാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, പുറം രാജ്യങ്ങളുടെ കാര്യം, വിദേശ രാജ്യങ്ങളുടെ കാര്യം എടുത്തു നോക്കുമ്പോഴും അവിടെ എല്ലായിടത്തും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഹമാസ് ഇസ്രായേൽ പ്രശ്നം, മുസ്ലിം
മുസ്ലിം ക്രിസ്ത്യൻ യുദ്ധമാണ് ശരിക്കും ഹമാസ്. മുസ്ലിം ക്രിസ്ത്യൻ അല്ല ചേട്ടാ, അത് ജൂതരാണ്. ക്രിസ്ത്യൻ അല്ലേ? ജൂതർ ക്രിസ്ത്യൻ എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു ശ്രേണിയിലേക്കാണ് അറിവ് കുറവുണ്ട്. എന്തായാലും അപ്പോ ഹമാസ് എന്ന് പറയുമ്പോൾ പോലും ഹിസ്ബുള്ളയുടെ കാര്യം എടുത്താൽ പോലും നോക്കാം, നമുക്ക് ഷിയ സുന്നി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവർ ജൂതരെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പരസ്പരം കണ്ടാൽ അവരും തമ്മിലടിക്കും, പക്ഷെ ജൂതറിന് നേരെ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ ഫത്വ എന്നും പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭരിക്കുന്നത് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ പാഴ്സിയാണ്. നമ്മൾ എല്ലാ ജാതി മതസ്ഥരും, കാര്യം നാനാ ജാതി മതസ്ഥരുടെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മതനിരപേക്ഷയുടെ കാര്യത്തിൽ എന്നും, കാര്യം ഇപ്പൊ BJP ഭരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ ശക്തമായൊരു ഗവൺമെന്റ് BJP അമിത്ഷാ എന്ന് പറയുന്ന ഒരു നമ്മുടെ സുരക്ഷാ മന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ രാജ്യരക്ഷാ മന്ത്രി എല്ലാം അല്ല, ഇതൊന്നും ഇന്ത്യയിൽ നടപ്പാവില്ല. അവരിനി എങ്ങനെയൊക്കെ ഉച്ചകുത്തി നിന്നാലും ഇവിടെ ജാതിയും മതവും, അതിനെ ആരാണ്, ഏത് ഗവൺമെന്റാണ് ഇതൊന്നും ഇല്ലാതാക്കുന്നത്, അവരോടൊപ്പമേ ജനം നിൽക്കുള്ളൂ. വിശക്കുന്നവൻ അന്നവും അവന് കിടക്കാൻ ഇടവും വസ്ത്രവും കൊടുത്താലേ മനുഷ്യന് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊപ്പമേ ജനം ഉണ്ടാവുള്ളൂ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വയറ് നിറഞ്ഞാലല്ലേ ഇത്തരം ചിന്തകൾ ഉണ്ടാവുള്ളൂ. വയറ് നിറയാതിരുന്നാൽ ഈ ചിന്ത ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഇതൊന്നും ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമാകില്ല. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളം ഒറ്റക്കെട്ടായിരിക്കും. അതിവിടുത്തെ മറ്റ് മതഭ്രാന്തന്മാർക്ക് അറിയാം. വിട്ടുകൊടുക്കാനും പറ്റില്ല, വിട്ടുകൊടുക്കുകയുമില്ല എന്ന് തന്നെ. പണ്ട് ലാടം കൊണ്ട് കണ്ണടച്ചു വെച്ചതുപോലെ അല്ല ചേട്ടാ ഇപ്പൊ ജനങ്ങൾ. CPM പറയുന്നതും CPM-ഓ കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ ഇതിനേക്കാൾ ഉപരി നിഷ്പക്ഷരായി ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഞാൻ നമ്മുടെ മൗലവിയെ വിളിക്കാൻ പാർട്ടി വിട്ട് തന്നെ ഇപ്പൊ നിഷ്പക്ഷമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. അതുകൊണ്ടാണ് പലയിടങ്ങളിലും കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത്. പ്രജിതക്കറിയാന്നുള്ള മൗലവി ഉണ്ടല്ലോ, നമ്മുടെ ചർച്ചകൾക്ക് വിളിക്കാറുള്ള ഒരു മൗലവി ഉണ്ട്. ആ മൗലവി ഒക്കെ എന്ത് കാര്യമായി, അയാള് മതപണ്ഡിതനാണ്, എന്നിട്ട് പോലും അദ്ദേഹം നിഷ്പക്ഷനായി ശ്രീനാരായണ ഗുരുവിനെ പറ്റി എത്രയോ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോ എന്തായാലും ഇത് ഒരു ഞങ്ങൾ ഈ ചർച്ചയിലൂടെ ഉറപ്പിച്ച് പറയുന്ന ഇതൊന്നും ഈ നാട്ടിൽ വേഗില്ല. അതങ്ങ് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. അതിന്റെ പേരിൽ എന്ത് പ്രത്യാക്രമണവും ഞങ്ങൾക്ക് നിങ്ങളുടെ സംഭാഷണത്തിൽ മറുപടിയിലൂടെ വന്നാലും ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ലെന്ന് ഞങ്ങൾ സധൈര്യം നെഞ്ചു വിരിച്ച് പറയും. നന്ദി, നമസ്കാരം.